ഇവിടെ നോക്കൂ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വരവാണത്. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് അവിടെ. അതിനെക്കുറിച്ച് പറ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് ഒരു കുറിയ മനുഷ്യൻ. ഡൽഹി എന്നൊരു ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾ ഉന്നയിച്ച, നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ, ഈ നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത്. നോക്കൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെ, അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ? ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയത് തന്നോട് ആരോടോ പറഞ്ഞത്? ഒരു 24-ന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയെന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ എന്താ പിന്നെ മാന്യമായി ചർച്ച ചെയ്യണം. കോടതിയിൽ തെളിഞ്ഞ എന്താ? നിങ്ങൾ കോടതി തെളിഞ്ഞത്? നിങ്ങളുടെ ഖജനാവിലേക്ക്, അതെ, നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി. ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ പിടിച്ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? താൻ പോയി ചെയ്യേണ്ടി വരും. തെണ്ടിത്തരം. ഒരു പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ. താൻ ചർച്ച നടത്തുകയാണ്, മാന്യമായി ചർച്ച നടത്തുക. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ. ഇതാള് കാണുന്നതല്ലേ? തന്നോട് തന്നെ പറയുന്നത്. പാർട്ടി ഓഫീസിൽ ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. തന്നോടാണ് പറയുന്നത്. അപ്പൊ അത് ചിരിയൊക്കെ അങ്ങ് പോയോ ഡൽഹിയിൽ? ഗോപാലകൃഷ്ണ, ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? വർത്താനം പറയരുത് ബി ഗോപാലകൃഷ്ണ. ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? നെറികെട്ട കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട്. ജൂൺ 4-ന് ജനിക്കും ശ്രീ ബി ഗോപാലകൃഷ്ണൻ. താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ അങ്ങ് പോയോ? നെറികെട്ട കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4 എണ്ണി കാരണങ്ങൾ പറഞ്ഞുതരാം. മര്യാദയോട് പറയരുത്. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല സാർ. നെറികെട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ. ആരോടോ കെട്ടിയത് പറഞ്ഞു തരട്ടെ, കേൾക്കാവോ? പറയണെങ്കില് താൻ ആരാണ് വിചാരം? താൻ എന്തൊരു സ്ഥലത്തല്ല സംസാരിക്കുന്നത്? 24-ന്റെ ചാനൽ എന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? സാറേ, മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? മോദിയെ പോലെ പിടിവിട്ട് സാർ, അങ്ങയുടെ നേതാവിനെ പോലെ ഇങ്ങനെ പിടിവിട്ട് സംസാരിക്കല്ലേ? അതുകൊണ്ട് ആവർത്തനം വേണ്ട സാർ. അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? തെണ്ടിത്തരം എന്നൊക്കെ അങ്ങയുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. തെണ്ടിത്തരം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. തെണ്ടിത്തരം വാക്ക് പിൻവലിക്കോ? ഞാൻ പറയുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം എന്ന വാക്ക് പറഞ്ഞാണ് ഈ ചർച്ചയിൽ. അതിനേക്കാൾ വലുതാണോ നെറികെട്ട കോട്ട എന്ന് താൻ പറയേണ്ടി വരും. ഞാൻ പറയാം. തെണ്ടിത്തരം എന്നൊരു വാക്ക് 10 പ്രാവശ്യം പറയും ഈ ചാനലിൽ. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി. അത് പിൻവലിക്കോ? അത് പിൻവലിക്കോ? അത് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞുതരാം സാർ. നെറുകെട്ട കോട്ട ആര് കെട്ടി? ഞാൻ പറഞ്ഞുതരട്ടെ. കോടതി പറഞ്ഞോ? എന്റെ ചോദ്യം കോടതി പറഞ്ഞോ? ഞാൻ പറഞ്ഞുതരട്ടെ. കേൾക്ക് സാറേ. കോടതി പറഞ്ഞോ? ഒന്ന് കേൾക്ക്. കോടതി പറഞ്ഞോ? പറ. ഒന്ന് കേൾക്ക്. പറഞ്ഞ എന്ത് പറഞ്ഞു തരണം? നാണോ ഇല്ലടോ? ഒന്ന് കേൾക്ക് സാറേ. മാന്യമായി നടത്ത്. അല്ലാണ്ട് ഈ വന്നിരുന്ന വളരെ ഭർത്തലല്ല. ഭർസനം കഴിഞ്ഞോ? ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിൽ ഇറങ്ങി സംസാരിക്കും. ഭർസനം കഴിഞ്ഞോ? സംസാരിക്കാം. ഭർസനം കഴിഞ്ഞോ? ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ വർത്താനം പറയാ. ഭർസനം കഴിഞ്ഞോ? വർത്താനം ഒന്നും പറയണ്ട. ഭർസനം കഴിഞ്ഞോ? ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ചോദ്യം ചോദിച്ചാൽ വേണ്ട. ഭർസനം കഴിഞ്ഞല്ലോ. നിങ്ങളെ 24-ന്റെ ഫ്ലോറിൽ ഭർസനം കഴിഞ്ഞോ? ഭർസനം കഴിഞ്ഞോ? തന്റെ വേഷം കെട്ട് വേണ്ട. ഭർസനം കഴിഞ്ഞോ? ഞങ്ങൾ ഇരിക്കുന്നത്. താൻ ചോദ്യം ചോദിക്ക്, ഉത്തരം പറയാം. ഞാൻ ചോദ്യമാ ചോദിച്ചത്. കോട്ട കെട്ടിയത് ആര്? ഞാൻ പറഞ്ഞുതരാം. ആര്? ചോദ്യം ചോദിക്ക്. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഉത്തരം പറയാം. താങ്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളത് ചോദ്യം പറ. താങ്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിക്ക്. പ്രഷർ കൂട്ടല്ലേ ബി ഗോപാലകൃഷ്ണൻ? താങ്കളുടെ അതിഥിയാണ്, അങ്ങനെ പ്രഷർ കൂട്ടല്ലേ? താങ്കൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല. അതാ താങ്കൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും താങ്കൾ എന്നെ എടോ എന്നോ തെണ്ടിത്തരം എന്നോ എന്ത് വൃത്തികെട്ട വാക്ക് പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല. താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. ചോദ്യം ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. ഞാൻ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ആ ബി പി ഒന്ന് കുറയട്ടെ. രാജു പി നായരോട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ തടഞ്ഞു. ഇല്ല, ഞാൻ അങ്ങയിലേക്ക് എത്താം. ബി ഒന്നും വേണ്ട. ഒരു ബി പി ഇല്ല ഗോപാലകൃഷ്ണൻ സാർ. പൊടിക്ക് ബി പി അടക്കം ഞാൻ എത്താം. അങ്ങക്ക് അത്ര പക്വത രാഷ്ട്രീയ നേതാവല്ലേ? ഈ പറയുന്ന വാക്കുകൾ ആ ഇടവേളയിൽ ഈ പറയുന്ന തെണ്ടിത്തരം, താൻ, എടോ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും.